സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്കൂട്ടർ ടാക്സിയിലാണ്. നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ സ്കൂട്ടർ ടാക്സിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ മനോഹര പ്രദേശമായ കുളത്തൂപ്പുഴയിലാണ്. അപ്പം എന്തായാലും വലിയൊരു സംരംഭമാണ് ഇത്. എല്ലാവർക്കും പരീക്ഷിക്കാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് മഹേഷ്. ഞാൻ കുളത്തൂപ്പുഴ അരിപ്പയിലാണ് താമസം. തിരുവനന്തപുരത്ത് ഡെലിവറി ജോബ് ചെയ്യാറുണ്ട്. അപ്പോൾ പുതിയൊരു സംരംഭം ഇതിൽ തുടക്കമിട്ട് ബൈക്ക് ടാക്സി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആവശ്യത്തിലേക്ക് വരാൻ കാര്യം? ഊബറിൻ്റെ റാപ്പിഡേക്ക് നല്ല ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. ഇപ്പോൾ എന്തൊക്കെ കടമ്പകളാണ് പൊതുവേ നമ്മുടെ കേരളത്തിൽ ഊബർ ടാക്സിയും അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ സ്വകാര്യ ടാക്സികൾക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും ഇതിലേക്ക് തന്നെ തിരിയാനുള്ളൊരു പ്രചോദനമായത്? പുതിയൊരു സംരംഭം ആയതുകൊണ്ട് നമ്മൾ തുടങ്ങി പുതിയ ആൾക്കാർക്ക് വേണ്ടി ഇത് പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര നാളായത്? തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇപ്പോൾ ഇത് നമുക്കിപ്പം ഒരാളിപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഒന്ന് കൊണ്ടുപോകും. പോകുമ്പോൾ എങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ? നമ്മൾ ഊബറിന് കിലോമീറ്റർ 8 രൂപയാണ് നൽകുന്നത്. അല്ലാതെ നമ്മൾ പൊതുവിൽ നമ്മൾ ഇവിടെ ഓടുകയാണെന്നുണ്ടെങ്കിലോ? അത് നമ്മൾ ഗവൺമെൻറ് അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ എവിടെയൊക്കെ എത്ര കിലോമീറ്റർ ചുറ്റളവിലൊക്കെ പോകാന്നുണ്ട്? അത് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എവിടെ വേണമെങ്കിലും നമുക്ക് കടന്നു പോകാം. ഇപ്പോൾ പൊതുവേ നമ്മുടെ ടാക്സിക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തോ ഇത് കണ്ടിട്ട്? നല്ല അഭിപ്രായം പറയുന്നത് MVD ഒക്കെ എന്ത് പറയുന്നത്? MVD ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം ഇതിന് നമ്മൾ ബൈക്ക് ടാക്സി ആക്കാൻ? നമ്മുടെ വണ്ടി വൈറ്റ് പേപ്പറിൽ അപേക്ഷ കൊടുത്താൽ ടാക്സി പെർമിറ്റിലേക്ക് മാറ്റി നൽകണമെന്ന് അപേക്ഷ കൊടുക്കണം. പിന്നെ വണ്ടിയുടെ പേപ്പറും ബുക്കും പേപ്പറും എല്ലാം അവിടെ സമർപ്പിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും? അത് 2 ദിവസം കഴിഞ്ഞ് ഓട് കിട്ടും. മെയിനായിട്ട് പ്രതിസന്ധി എന്തോ? പ്രതിസന്ധി ആയിട്ടൊന്നുമില്ല. ഓടാൻ പറ്റാത്തത് മഴ കാരണമാണ്. ഇപ്പം ടാക്സി പിടിക്കാൻ വരുന്നവർക്ക് അവർ ഹെൽമെറ്റ് കൊണ്ടുവരണമെന്നൊന്നുമില്ല. ഇല്ല, ഹെൽമെറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഹെൽമെറ്റ്. ഈ വീഡിയോ കാണുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തോ? വീഡിയോ കാണുന്നവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എനിക്ക് കുളത്തൂപ്പുഴ പോകണം. പക്ഷെ എന്റെ ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഹെൽമെറ്റ് ഉൾപ്പെടെയാണോ? അതെ. ഹെൽമെറ്റ് ഉൾപ്പെടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ ബൈക്ക് ടാക്സിയാണ്. ബൈക്ക് അല്ല, ഇത് സ്കൂട്ടറാണ്. സ്കൂട്ടർ ടാക്സിയാണ്. ഇപ്പൊ എന്നെ കുളത്തൂപ്പുഴ വരെ കൊണ്ടുപോകണം കേട്ടോ. ഇപ്പൊ എങ്ങനെയാ ഇതിന്റെ ചാർജ് ഒക്കെ? നമ്മള് ഊബറിന് 8 രൂപയാണ് ചാർജ്. സർക്കാരിന് നിശ്ചയിച്ചിട്ടൊന്നുമില്ല. 8 രൂപ വെച്ച് 8 രൂപയാവും കിലോമീറ്റർ. കിലോമീറ്ററിന് 8 രൂപ. ഇപ്പൊ എന്നെ ഒന്ന് കുളത്തൂപ്പുഴ ഒന്ന് കൊണ്ടാകണം. പോയാലോ നമുക്ക്? സുഹൃത്തുക്കളെ, ഞാൻ ആഫ്രിക്കയിലൊക്കെ പോയപ്പോഴേ അവിടെ നമ്മൾ ഇതേപോലെ ബൈക്ക് ടാക്സിയിലൊക്കെ യാത്ര ചെയ്തായിരുന്നു. ഇപ്പോൾ ഇതൊരു പുതിയ അനുഭവമാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു ബൈക്ക് ടാക്സിയൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ഒരാളെ യാത്ര ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ പല ഈ വനത്തിലോ അങ്ങനെയുള്ള ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്ക് ടാക്സി ഏറ്റവും ലാഭകരമാണ് കേട്ടോ. കിലോമീറ്ററിന് 8 രൂപയേ ഉള്ളൂ. എന്തായാലും ഞാനൊന്ന് യാത്ര ചെയ്യട്ടെ. ഓക്കെ.